ആത്മീയതയ്ക്കായി ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു ആചാര്യ സത്യേന്ദ്രദാസിൻ്റേത്. 33 വർഷം രാംലല്ലയെ സേവിച്ച ശേഷമാണ് സത്യേന്ദ്രദാസിന്റെ ദേഹവിയോഗം. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ ഉയർന്ന അതിക്രമത്തിനെതിരെ ആദ്യം ശബ്ദമുയർത്തിയത് ആചാര്യ സത്യേന്ദ്രദാസായിരുന്നു. ഉത്തർപ്രദേശിലെ സന്ത് കബീർ നഗറിൽ 1940-ലാണ് ആചാര്യ സത്യേന്ദ്രദാസിന്റെ ജനനം. ചെറുപ്രായത്തിൽ അച്ഛനൊപ്പം തുടർച്ചയായി അയോധ്യ നഗരത്തിൽ വന്നുപോയത് സത്യേന്ദ്രദാസിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി. അയോധ്യയുടെ ആത്മീയ അന്തരീക്ഷം സത്യേന്ദ്രദാസിനെ സ്വാധീനിച്ചു. മന്ത്രോച്ചാരണങ്ങൾ കേട്ടുവളർന്ന ബാലൻ അങ്ങനെ ആത്മീയതയുടെ പാത തെരഞ്ഞെടുക്കുകയായിരുന്നു. വേദത്തിലും സംസ്കൃതത്തിലും പാണ്ഡിത്യം നേടി. സംസ്കൃതത്തിൽ ബിരുദമെടുത്ത അദ്ദേഹം അയോധ്യയിലെ സംസ്കൃത വിദ്യാലയത്തിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. 20-ാം വയസ്സിൽ നിർവാണി അഖാഡയുടെ ഭാഗമായി 1992 മാർച്ച് 1-നാണ് അയോധ്യയിലെ മുഖ്യപൂജാരിയായി നിയമിക്കപ്പെട്ടത്. കാർ സേവകർ തർക്കമന്ദിരം നീക്കം ചെയ്യുന്ന ഘട്ടത്തിൽ രാമവിഗ്രഹം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത് സത്യേന്ദ്രദാസാണ്. ടാർപോളിൻ കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക ക്ഷേത്രത്തിൽ രാംലല്ലയെ അദ്ദേഹം സേവിച്ചു. 2020 ഓഗസ്റ്റ് 5-ന് ഭൂമി പൂജ നടക്കുമ്പോഴും കഴിഞ്ഞ വർഷം പ്രാണപ്രതിഷ്ഠാ സമയത്തും സത്യേന്ദ്രദാസ് തന്നെയായിരുന്നു അയോധ്യയിലെ മുഖ്യ പൂജാരി. രാമജന്മഭൂമി മുന്നേറ്റത്തിന്റെ ഓരോ ഘട്ടത്തിലും ആചാര്യ സത്യേന്ദ്രദാസ് മുന്നിലുണ്ടായി. ബംഗ്ലാദേശിൽ അടുത്തിടെ നടന്ന ഹിന്ദു വിരുദ്ധ കലാപത്തിനെതിരെ ആദ്യം ശബ്ദമുയർത്തിയ ആചാര്യൻ സത്യേന്ദ്രദാസ് ആയിരുന്നു. ഭാരതത്തിന്റെ ആത്മീയതയുടെ രംഗത്ത് തീരാനഷ്ടമാണ് ആചാര്യ സത്യേന്ദ്രദാസിന്റെ ദേഹവിയോഗം. ജനം, ഡൽഹി.